കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഒരു സ്വപ്നം ഉണ്ടായിരിക്കുക, നമ്മളത് നിർവഹിക്കുക, അത് യാഥാർത്ഥ്യമാക്കുക. നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. വലിയ സമ്പന്നനാവണം, വലിയ രീതിയിൽ എല്ലാ ജീവിത സൗകര്യങ്ങളും ഭൗതിക സുഖങ്ങളൊക്കെ ലഭിക്കണം, ഭൗതിക സുഖങ്ങളിൽ നമ്മൾ ഇങ്ങനെ ആറാടി ഉന്മത്തരായി നടക്കണം. ഇതൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ. എന്തായാലും സ്വപ്നങ്ങളില്ലാത്തവരാരുമില്ല. പക്ഷെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ എന്താണ്? യാഥാർത്ഥ്യമാകുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. ഒരു സ്വപ്നം നിർബന്ധമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. 10 സ്വപ്നങ്ങളും 20 സ്വപ്നങ്ങളും കാണുന്നതിനേക്കാൾ നല്ലതായിട്ട് നമ്മൾ നല്ലൊരു സ്വപ്നം, വീട് വേണം എന്നുള്ള ആൾക്ക് വീടിനെ കുറിച്ചുള്ള ഒരു സ്വപ്നം, നല്ല മക്കള് വേണമെന്നുള്ള ആൾക്ക് മക്കളെ കുറിച്ചുള്ള സ്വപ്നം, മക്കള് പഠിച്ച് നല്ലൊരു നിലയാവും എന്നുള്ളവർക്ക് അതിനെ കുറിച്ചുള്ള സ്വപ്നം, വേറെ മറ്റൊരു വണ്ടി വേണമെന്നുള്ളവൻ അതൊരു സ്വപ്നം, അത് കഴിയുമ്പോൾ അടുത്ത സ്വപ്നം. അപ്പോൾ ഒരു സ്വപ്നം നമുക്ക്, അല്ലെങ്കിൽ ജീവിതത്തിൽ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി നല്ലൊരു നിലയിലെത്തണം എന്നുള്ളത് ഒരു സ്വപ്നം. അപ്പോൾ ഒരു സ്വപ്നം നമുക്ക് തീർച്ചയായിട്ടും എന്താണ് ഉണ്ടായിരിക്കണം. ഒരു സ്വപ്നവും ഇല്ലാത്തവൻ എന്താണ്? ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവില്ല. എല്ലാവരോടുമുള്ള ഒരു സന്ദേശമാണിതെന്ന് ഓർക്കുക. എന്ത്? ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ളത്. എങ്കിലേ നമുക്ക് ജീവിതത്തിന് എനിക്ക് വയ്യ, എനിക്ക് സുഖമില്ല, എന്ത് ചെയ്താലും ശരിയാവുന്നില്ല, എന്ത് ചെയ്താലും ഞാൻ മുന്നോട്ട് പോകുന്നില്ല, എനിക്ക് എന്നും അസ്വസ്ഥതകളാണ്, എനിക്കെന്നും അശാന്തിയാണ്, എൻ്റെ മനസ്സിനൊരിക്കലും സമാധാനമില്ല, എനിക്ക് പണമില്ല, എനിക്ക് സമ്പത്തില്ല, ഇങ്ങനെ നമ്മൾ ചിന്തകൾ കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു നല്ല സ്വപ്നം കാണുക. നല്ല സ്വപ്നങ്ങൾ എല്ലാവരും കാണാൻ പഠിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണത്, ഒരു സന്ദേശമാണിത്. പിന്തുടരാൻ ഒരു സ്വപ്നമില്ലാതെ നിങ്ങൾക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാകില്ല. അതാണ് സത്യം. നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്ന, നിങ്ങൾ മുൻകൂട്ടി കാണുമ്പോൾ പിന്തുടരാൻ കഴിയുന്ന ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ടെങ്കിലേ നമുക്ക് എന്താണ് സത്യമായ ഒരു ഭാവി നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കൊരു സ്വപ്നമില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്കൊരു സ്വപ്നം ഇല്ല എന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾക്കൊരു സ്വപ്നവും ഇല്ല. എനിക്ക് എപ്പോഴും സുഖമില്ല, എനിക്ക് എപ്പോഴും വയ്യ, ഞാൻ എപ്പോഴും അലസനാണ്, ഞാൻ എപ്പോഴും വയ്യാത്തവനാണ്, എനിക്ക് പണമില്ലാത്തവനാണ്, ഞാൻ എന്ത് ചെയ്താലും നിർഭാഗ്യവാനാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അങ്ങനെ ഒരു സ്വപ്നം ഇല്ല എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യ ബോധം ഇല്ല എന്നുള്ളതാണ്. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന് വെറുതെ കാത്തിരിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്. സ്വപ്നം കാണാൻ പറഞ്ഞു, യൂട്യൂബിൽ മാഡം പറഞ്ഞല്ലോ സ്വപ്നം കാണാൻ, ഞങ്ങൾ കണ്ടോളാം. സ്വപ്നം കണ്ടു കഴിഞ്ഞ് വീട്ടിൽ കിടന്നോർ. സ്വപ്നം കാണുന്നത് രാത്രിയാണല്ലോ. രാത്രി കാണുന്ന സ്വപ്നങ്ങളല്ല പകലാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. പകൽ സ്വപ്നം, ദിവാസ്വപ്നങ്ങളാണ്. അപ്പൊ സ്വപ്നങ്ങൾ കണ്ട് വെറുതെ ആകാശത്തേക്ക് നോക്കി ഇരുന്നാൽ മാത്രം ഇത് യാഥാർത്ഥ്യമാകുന്നത് ഇല്ല. വെറുതെ കാത്തിരിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്. സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഒരു സ്വപ്നജീവി ആകുകയും ചെയ്യരുത്. എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു സ്വപ്നജീവി ആകുകയും ചെയ്യരുത്. മറിച്ച് എന്താണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്? സ്വയം ചോദിച്ചു കൊണ്ടിരിക്കുക. നമ്മളോട് തന്നെ എപ്പോഴും ഇങ്ങനെ സ്വയം ചോദിച്ചു കൊണ്ടിരിക്കുക. ഒരു കർമ്മത്തിൽ മുഴുകുന്ന സമയത്തും നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുക, ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനായി എനിക്ക് എന്ത് ചെയ്യാനാകും? നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അപ്പൊ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന് എനിക്ക് എന്ത് ചെയ്യാനാകും? നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രയത്നിക്കാൻ ആരംഭിച്ചു എന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു, അതിന് പ്രയത്നിക്കാൻ നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള വഴി തെളിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്വപ്നങ്ങൾ കാണാൻ പഠിക്കുക. അതൊരു സന്ദേശമാണ്. ഈ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വെറുതെ ആകാശത്തേക്ക് നോക്കി ഇരിക്കാതെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക. അത് ഏതിലേ പോയാൽ ആ സ്വപ്നം, എന്നിട്ട് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. സ്വപ്നജീവിയാകാതെ, ഒരു സ്വപ്നജീവിയായി മാത്രം നടന്ന സ്വപ്നം യാഥാർത്ഥ്യമാവില്ല. അപ്പോൾ അതുകൊണ്ട് സ്വയം ചോദിച്ചുകൊണ്ടേ ഇരിക്കണം, എങ്ങനെയാണ് ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എവിടെ നിന്ന് തുടങ്ങണം? എങ്ങനെ തുടങ്ങണം? ഇതൊക്കെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നത്തിന്റെ വഴികള്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള വഴി തെളിഞ്ഞു എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. സ്വപ്നങ്ങൾക്ക് മേൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ മേൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾക്കിപ്പോൾ 30 വയസ്സാണെന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് 30 വയസ്സേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അടുത്ത പ്രായമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ
30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും? 40 വയസ്സായിരിക്കും. അപ്പൊ ഈ 40 വയസ്സിൽ നിങ്ങൾ 10 വർഷം നിങ്ങൾ എടുത്തോളാം. ഇപ്പൊ 30 വയസ്സുണ്ട് നിങ്ങൾക്ക്, നിങ്ങളൊരു 10 വർഷം എടുത്തോളാം. 10 വർഷം വെറുതെ പോയി എന്ന് വിചാരിച്ചാരും കരയണ്ട. ഇനി വേണ്ട 50 വയസ്സേ ഉള്ളൂ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട 45 വയസ്സ്. 45 വയസ്സുള്ള ഒരു 5 വർഷം എടുത്തോളാം. 5 വർഷം കൊണ്ട് 45 + 5 50 വർഷം. 5 വർഷം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ, സ്വപ്നങ്ങളിലേക്കുള്ള വഴി തെളിയാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? അടുത്ത 5 വർഷത്തിനുള്ളിലോ അടുത്ത 10 വർഷത്തിനുള്ളിലോ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ സ്വപ്നങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അത് എങ്ങനെ കൈവരിക്കണം എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളിലായിരിക്കണം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ടത്. നിങ്ങൾ സ്വപ്നം കാണുന്നു, മറ്റൊരാൾ അത് പ്രവർത്തിക്കുന്നു, സാധ്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വലിയ വലിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുമ്പോൾ നിങ്ങൾ നേടേണ്ട കാര്യങ്ങളെ കുറിച്ചും കൂടി നിങ്ങൾ ചിന്തിക്കുകയും വേണം. നിങ്ങൾക്കിപ്പോൾ വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പറയാണ് ഞാൻ ദേ സ്വപ്നം കണ്ടു, ഞാൻ ദേ വലിയ വലിയ ലക്ഷ്യങ്ങളെ കണ്ടു. എന്തുകൊണ്ട് യാഥാർത്ഥ്യമാകുന്നില്ല? നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ പ്രവർത്തിക്കുക, സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ നിങ്ങൾ പ്രവർത്തിക്കുക. 30 വയസ്സുള്ള ആള് 40 വയസ്സിനുള്ളിൽ 10 വർഷക്കാലം കൊണ്ട് ഞാൻ ഇത്രയൊക്കെ 2020 30 വയസ്സുള്ള ആള് 2020 കൊണ്ട് 10 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്തായി? 40 വയസ്സായി. അപ്പോൾ 20ഉം 10ഉം 2030 40 വയസ്സായപ്പോൾ നിങ്ങൾ ഈ 10 വർഷം കൊണ്ട് ഞാൻ ഇന്നതെല്ലാം നേടും എന്നും സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുമെന്നും നിങ്ങൾ സ്വപ്നം കാണുക. അതിനുള്ള വഴികൾ കണ്ടുപിടിക്കുക, അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കാൻ തുടങ്ങുക, നിങ്ങൾ അതിനോട് പ്രവർത്തിക്കാൻ തുടങ്ങുക. ഇത്രയും കാര്യങ്ങളാകുമ്പോൾ വലിയ വലിയ ലക്ഷ്യങ്ങളാണ് നമ്മൾ നേടേണ്ടത്. ഈ നേടേണ്ട ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക, പ്രവർത്തിച്ചു തുടങ്ങുക, സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുക. 10 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ കഴിയുമ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന പോലെയാണ്. ഇപ്പോൾ 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക്, ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ 10 വയസ്സുള്ള കുട്ടിക്ക് നമ്മൾ 20 വർഷത്തേക്ക് ഇൻഷുറൻസ് എടുത്താൽ, 10 വയസ്സുള്ള കുട്ടിക്ക് 10 വർഷത്തേക്ക് എടുത്താൽ 20 വയസ്സിൽ കല്യാണത്തിന് നമ്മുടെ ഇൻഷുറൻസ് പണം തിരിച്ചു കിട്ടും, മാരേജ് എൻഡോമെന്റ് എന്ന പോലെ. ഒരു 10 വർഷത്തേക്ക് നിങ്ങൾ സ്വപ്നം കാണുക, ഈ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുക. 10 വർഷം കഴിയുമ്പോൾ ഇൻഷുറൻസ് കിട്ടുന്ന പോലെ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൊട്ടിവിടർന്ന് അത് പൂവായിട്ട് വിരിഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണേണ്ടത്. അല്ലാതെ സ്വപ്നം കണ്ടിട്ട് വെറുതെ കിടന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങുക, എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ സ്വപ്നമൊന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആകാശത്തേക്ക് നോക്കുക അല്ല ചെയ്യേണ്ടത്. പ്രയത്നിക്കുക, പ്രവർത്തിക്കുക, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യല്ല ചെയ്യേണ്ടത്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. വലിയ വലിയ ലക്ഷ്യങ്ങൾ കാണാൻ ശ്രമിക്കുക.